ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ISROയ്ക്ക് കീഴിൽ സ്ഥിര ജോലി നേടാം. 224 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. ISROയ്ക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഇപ്പോൾ ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ, ഫയർമാൻ, കുക്ക്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്കും ഡിഗ്രി ഉള്ളവർക്കും ISROയ്ക്ക് കീഴിൽ സ്ഥിര ജോലി നേടാം. മൊത്തം 224 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ URSC കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ഫെബ്രുവരി 10 മുതൽ 2024 മാർച്ച് 1 വരെ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ NA. തസ്തികയുടെ പേര് ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, ഫയർമാൻ, കുക്ക്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ. ഒഴിവുകളുടെ എണ്ണം 224. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 56,100, 1,77,500. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട തീയതി 2024 ഫെബ്രുവരി 10 മുതൽ. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 2024 മാർച്ച് 1 വരെയാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം. ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ എന്നീ കാറ്റഗറിക്ക് പ്രായപരിധി പറയുന്നത് 18 to 30 വയസ്സാണ്. ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ 18 to 28 വയസ്സാണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ, ടെക്നീഷ്യൻ, ഫയർമാൻ, കുക്ക്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്നീ തസ്തികയിലേക്കെല്ലാം പ്രായപരിധി പറയുന്നത് 18 to 35 വയസ്സാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ ME MTech MSc എഞ്ചിനീയറിംഗ് അഥവാ തത്തുല്യ യോഗ്യത BE BTech എഞ്ചിനീയറിംഗ് അഥവാ തത്തുല്യമായ യോഗ്യത. ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ MSc അഥവാ തത്തുല്യമായ പോസ്റ്റ് ഗ്രാജുവേഷൻ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് BScയിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം. ലൈബ്രറി അസിസ്റ്റൻറ്റ് ബിരുദം പ്ലസ് ലൈബ്രറി സയൻസ്, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ബിരുദം. ഡ്രാഫ്റ്റ്സ്മാൻ ടെക്നീഷ്യൻ SSLC SSC മെട്രിക്കുലേഷൻ പ്ലസ് ITI NTC NAC NCVTയിൽ നിന്നുള്ള പ്രസക്തമായ വ്യാപാരം. ഫയർമാൻ SSLC SSC പാസ്സായിരിക്കണം അഥവാ തത്തുല്യമായത്. കുക്ക് SSLC SSC പാസ്സാവണം അഥവാ തത്തുല്യമായത്. ക്യാൻറ്റീൻ ഹോട്ടലിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടാകണം. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ SSLC SSC പാസ്സാവണം അഥവാ തത്തുല്യമായത്. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം. ഹെവി വെഹിക്കിൾ ഡ്രൈവർ SSLC SSC പാസ്സായിരിക്കണം അഥവാ തത്തുല്യമായത്. 5 വർഷത്തെ പ്രവൃത്തി പരിചയം. 3 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ പ്രവൃത്തി പരിചയം. ബാക്കിയുള്ള വർഷം ലൈറ്റ് ഹെവി
ലൈറ്റ്, ഹെവി ഡ്രൈവറായി പ്രവൃത്തി പരിചയം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടും പറയുന്നത്. ഇതിലേക്കുള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം. സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, SC, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 250 ഓൾ കാൻഡിഡേറ്റ്സ് ഹാവ് ടു യൂണിഫോംലി പേ 750. ഇതിലേക്കുള്ള SC, ST, EWS, ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് 100 രൂപയാണ്. ഓൾ കാൻഡിഡേറ്റ്സ് ഹാവ് ടു യൂണിഫോംലി പേ 500. SC, ST, PWDS, ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇതിലേക്കുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് 2024 മാർച്ച് 1 ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.